നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം കളക്ട്രേറ്റിന് സമീപമാണ്. കുടപ്പനക്കുന്ന് കളക്ട്രേറ്റിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി നമുക്കൊരു 4 സെന്റിലായിട്ട് 850 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം ഒരു ഒരു സാധാരണ ഒരു വീടാണ്. അതിനെ നമുക്ക് റിനോവേഷൻ ചെയ്ത് നല്ല രീതിയിലേക്ക് ആക്കി എടുക്കാനാണെങ്കിൽ ലൊക്കേഷൻ ബേസ് നോക്കുമ്പോൾ ഒരു സൂപ്പർ ഏരിയയാണ്. കാരണം വെച്ചാൽ കളക്ടറേറ്റിൽ നിന്ന് 100 മീറ്റർ ഏകദേശം 2 മിനിറ്റ് 1 മിനിറ്റ് മതി നമുക്ക് ജസ്റ്റ് വീട്ടിലേക്ക് വരാനായിട്ട്. ഏകദേശം നല്ല വൈഡ് റോഡായിട്ടുള്ള നല്ല ലോറി വരുന്ന സൈറ്റാണ്. ഏകദേശം ഹോസ്പിറ്റലായാലും ഒക്കെ നമുക്ക് ഏകദേശം നമ്മുടെ വാതിൽപ്പടിയിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ആയിട്ടുള്ള ഈ ഒരു 50 മീറ്റർ 100 മീറ്ററിനകത്ത് തന്നെ മാർജിൻ ഫ്രീ ആയാലും സൂപ്പർ മാർക്കറ്റ് ആയാലും ശരി തന്നെ ബാങ്ക്, കളക്ടറേറ്റ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എന്നുവേണ്ടി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ലൊക്കേഷൻ ബേസ് നോക്കുമ്പോൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ 2 കാർ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. ഒരു കാർ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലേക്കുള്ള നമുക്ക് ഈ ഒരു ഡോഗിന്റെ ഷെഡൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് എടുത്ത് കളഞ്ഞ് ഇന്റർലോക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ നല്ല ഫെസിലിറ്റി ആയിട്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ ആണ്. ഇതൊരു ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിട്ടെന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾ പെടുത്തിയാൽ മതി. കാരണം സാധാരണ ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ ലോണൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിറ്റിയുടെ വളരെ ഹൃദയഭാഗത്ത് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വീടാണ്. അതാണല്ലേ നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അകത്ത് ഹോളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ തടിയെല്ലാം തേക്കും തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു നീളത്തിലുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ 3 ബെഡ്റൂമുകൾ, ഒറ്റ നില വീടാണ് കേട്ടോ. അപ്പം 3 ബെഡ്റൂമുകൾ നോർമൽ ടൈപ്പ് ബെഡ്റൂംസ് ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, എല്ലാത്തിനും തന്നെ കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അത്യാവശ്യം സ്പേസ് ഉണ്ട്. നല്ല ഒരു ഏകദേശം നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ ബേസ് ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീടായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. മൂന്നാമത്തെ ബെഡ്റൂം വരുമ്പോഴത്തേക്കും അതാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഏകദേശം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം. ബെഡ്റൂം സൈസൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണിൽ എന്നുള്ള രീതിയിൽ ഒരു വർക്ക് ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും കുറച്ച് സ്ഥലമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കിപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഒരു വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും 2 സൈഡിലേക്കും നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഏത് രീതിയിലും നല്ലൊരു വീടൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നമുക്ക് കളക്ടറേറ്റിനൊക്കെ തൊട്ടടുത്തൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ സാധാരണ ഒരു വീട് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ നോർമൽ ഒരു വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടാണ് കളക്ടറേറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം കുടപ്പനക്കുന്നോ കളക്ടറേറ്റിനൊക്കെ തൊട്ടടുത്ത് റോഡിന്റെ അടുത്തൊക്കെ വീട് നോക്കുന്നവർക്ക് മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റിയ വീടായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. 4 സെന്റിലായിട്ട് 1000 താഴെ സ്ക്വയർ ഫീറ്റ്, 850 to 900 സ്ക്വയർ ഫീറ്റ് ആണ്. 3 ബെഡ്റൂമുകൾ, അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 63 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രമാണ്, നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതിനായി കൊച്ചുൽ പ്രോപ്പർട്ടി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ബൈ ബൈ.